ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ്. നിങ്ങൾ തന്നെ ടോപ്പിക് ഒരു ടോപ്പിക്ക് കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുമ്പോ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ശ്രമിച്ചു നോക്കണം. കിട്ടിയാലും നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കൂടുന്ന കാര്യമല്ലേ. അപ്പൊ അതേ ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മളിപ്പോ 7.2 ആണ് ചെയ്യുന്നത് കേട്ടോ. സോറി, 7 അല്ല, 11.2 എക്സസൈസ്. അതിനകത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഓർഡർ പറയണില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് ചെയ്ത് നമുക്ക് ഡിഫിക്കൽട്ടിലേക്ക് പോവാം. ഇവിടെ എന്താ തന്നേക്കുന്നേ? ബേസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എഴുതാം. ഏരിയ തന്നിട്ടുണ്ടോ? ഉണ്ട്. മിസ്സിംഗ് ആയിട്ടുള്ളവരെ കണ്ടുപിടിക്കുക. 87 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്ര? 15 ഇൻറ്റു ഹൈറ്റ് എത്ര? അറിയത്തില്ല. ഹൈറ്റിനെ അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്തെന്നിടാം? എച്ച് എന്നിടാം അല്ലേ. ഇനി ഓരോന്നായിട്ട് അപ്പറേ സൈഡിലേക്ക് പോകണം. എന്ന് വെച്ചാൽ എച്ച് മാത്രമായിട്ട് അവിടെ കിടക്കണം, ബാക്കിയുള്ളവരെല്ലാരും ഒരു സൈഡിൽ പോകണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടുത്തെ ബൈ 2നെ ഇവിടേക്കുണ്ട്. ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഡിവൈഡ് ചെയ്ത 2 ഇപ്പറേ വരുമ്പോ എന്താകും? ഇൻറ്റു 2 ആകും. അപ്പൊ എന്താ? 87 ഇൻറ്റു 2. ഇവിടെ എന്താ? 1 ഇൻറ്റു 15 ഉണ്ട്. 1 ഇൻറ്റു 15 എത്ര മക്കളെ? 15 എവിടാ? 15 കൊണ്ട് എച്ചിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കാ. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ വരുമ്പോ എന്താവും? ഡിവിഷൻ ആകും. അപ്പം ഡിവൈഡഡ് ബൈ 15 ഇസ് ഈക്വൽ ടു എന്ത്? എച്ച്. ക്യാൻസൽ ചെയ്യാൻ വല്ലതും പറ്റുമോ നോക്കിക്കേ. ഇത് 3നെ കൊണ്ട് വെട്ടാം അല്ലേ? ഇതിനെ 3 കൊണ്ട് വെട്ടാവോ? എങ്ങനെ വെട്ടാൻ പറ്റുമോ ഇല്ലയോ നോക്കുന്നത്. 87നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നത് എങ്ങനെയാ? ഈ ഡിജിറ്റുകൾ തമ്മിലൊന്ന് ആഡ് ചെയ്തേ. 8ഉം 7ഉം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 15 കിട്ടും. ആഡ് ചെയ്ത ഡിജിറ്റ് തമ്മിൽ ഒന്നുകൂടെ ആഡ് ചെയ്തേ. മീൻസ് 2 ഡിജിറ്റ് ആണെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് 1 ഡിജിറ്റിലേക്ക് കൊണ്ടുവരണം. 5 ഒന്നും കൂടെ ആഡ് ചെയ്തേ. എത്ര കിട്ടി? 6. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ തന്നേക്കുന്നതിൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് ഒരു ഉത്തരം കിട്ടുക. അത് 2 ഡിജിറ്റോ അല്ലെ 1 ഡിജിറ്റ് കൂടുതലാണ്, പിന്നെ ആഡ് ചെയ്ത് അവസാനം 1 ഡിജിറ്റിലേക്ക് എത്തിക്കണം. അപ്പൊ കിട്ടുന്ന ആൻസർ 369. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിളാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ വേറൊരു നമ്പർ ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാവേ. 1256 നോക്ക്. 2 1 3 3 5 8 8 6 14. 14ന്റെ കുട്ടിക്ക് 4 1 5. 5 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് മൾട്ടിപ്പിൾ അല്ല. വേറൊന്നും നോക്കാം. 1 2 4 2 1242 കൂട്ട്. 3 1 4 4 4 8 8 8 2 സോറി 3 1 2 1 3 4 3 7 7 2 9. 9 എന്ന് പറഞ്ഞാൽ 3ന്റെ ടേബിളിൽ ഉണ്ട്. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ആണോ ഇല്ലയോ എന്ന് നോക്കാൻ മനസ്സിലായോ? ഇത് പഠിച്ചു വെക്കുവാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ളത് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ മനസ്സിലായി. ഇതിനെ 3 കൊണ്ട് വെട്ടിയാൽ 5 എന്ന് കിട്ടും. ഇതിനെ 3 കൊണ്ട് വെട്ടിയാൽ എന്തെന്ന് കിട്ടും? ഇതിനെ 3 കൊണ്ട് വെട്ടിയാൽ 8ൽ എത്ര തവണയുണ്ട്? 3 2 തവണ. റിമൈനിങ് എത്ര ഉണ്ട്? 2 ഉണ്ട്. ഇവിടെ ഒരു 7 ഉണ്ട്. 7ഉം 2ഉം കൂടി ചേർത്ത് 2 7ഉം കൂടി ചേർത്ത് വായിക്കി 27. എത്ര തവണയുണ്ട്? 9 ടൈംസ്. അതായത് 29 into 2 divided by 5 is equal to h. 29 into 2 എത്ര? 58. 58 by 5 h is equal to 58 by 5 എന്ന് കിട്ടും. മക്കൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാലോ. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേന് 11.6 എന്ന് കിട്ടും. h is equal to 11.1 ടൈംസ് പിന്നെ 3 11.6 എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ. ഡിവൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. വേണമെങ്കിൽ കാണിച്ചു തരാം. 58 by 5 എന്ത് ചെയ്യാം? 1 ടൈംസ് 5 8 ഇറക്കി എഴുതി. 8ൽ എത്ര തവണയുണ്ട്? ഒരു തവണ. എത്ര? 5. റിമൈനിങ് 3 ഇറക്കി എഴുതാനൊന്നുമില്ല. ഒരു 0 ഇട്ട് കൊടുത്തു, ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. 30ൽ എത്ര തവണയുണ്ട്? 6 ടൈംസ്. വേറൊരു എളുപ്പവഴിയുണ്ട്, അതറിയാമോ മക്കളെ? 58 by 5 അല്ലേ? ഈ 5നെ 10 ആക്കാൻ എന്ത് ചെയ്യണം?
നിങ്ങൾ ഇത് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നോ? 10th പഠിക്കുന്ന ഒരു ലോജിക്കാ. 5നെ 10 ആക്കാൻ ഒരു ഇൻറ്റു 2 മതി അല്ലേ? ഇൻറ്റു 2 കൊണ്ട് താഴെ ചെയ്താൽ മുകളിലും ചെയ്യണം. അപ്പൊ 58 ഇൻറ്റു 2 എത്ര? 116 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 എത്ര? 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്ലേസ് മാറ്റിയൊരു ഡോട്ട് ഇട്ടാൽ മതി എന്നറിയാലോ. അപ്പൊ ഇതിനെ എനിക്ക് 11.6 എന്ന് എഴുതായിരുന്നു. ഇങ്ങനെയും ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഉത്തരം കിട്ടിയ എത്ര? 11.6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് അതിന്റെ ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇത് ബേസിന്റെ കോളമായിരുന്നു. ബേസ് തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ ഏത്? ഹാഫ് ബി എച്ച് ഇസ് ഈക്വൽ ടു എ ഹാഫ് ഇൻറ്റു ബേസ് അറിയാവോ? ഇല്ല. ബി ഇൻറ്റു ഹൈറ്റ് എത്ര? 31.4 മില്ലിമീറ്റർ ആകട്ടോ, ശ്രദ്ധിച്ചു വേണേ. ഇസ് ഈക്വൽ ടു 1256. എന്താണ് 1 ഇൻറ്റു 31.4 എത്ര കിട്ടും? 31.4 ഡിവൈഡഡ് ബൈ 2b ഇസ് ഈക്വൽ ടു 1256. ബൈ 2 ഇപ്പുറം പോകുമ്പോ എന്താകും? ഇൻറ്റു 2 ആകും. അപ്പൊ 31.4b ഇസ് ഈക്വൽ ടു 1256 ഇൻറ്റു 2. ഇനി എന്ത് ചെയ്യാം? b ഇസ് ഈക്വൽ ടു, ഞാനിത് ഇപ്പോഴേ മൾട്ടിപ്ലൈ വേണേ മൾട്ടിപ്ലൈ ചെയ്തോ. എത്ര കിട്ടും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 5 1 2 ഇങ്ങനെ കിട്ടാൻ പോകുന്നത്. ഇവിടെ എന്താ മൾട്ടിപ്ലൈ ചെയ്ത 31.4 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആകും. പോയിന്റ് ഉണ്ട്, പോയിന്റ് ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യണം? മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തുകൊണ്ട് 10? കാര്യം വേറൊന്നുമല്ല, രണ്ടുപേരും നോക്കിയപ്പോഴത്തേന് 1 പോയിന്റ് ഉള്ള സാധനമേ ഉള്ളൂ. അപ്പൊ 1 പോയിന്റ് ഉള്ള ആളാണെങ്കിൽ 1 0 ഉള്ളവനെ കൊണ്ട് ചെയ്യണം. അപ്പൊ എന്താണ്? 25120 ഡിവൈഡഡ് ബൈ താഴത്തെ പോയിന്റ് ഇല്ലാതാകും അല്ലേ? 314. നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 3ല് 2 ഒരു തവണ, ഇങ്ങോട്ട് എടുക്കുമ്പോൾ 11, 11ൽ 5 തവണ, ഇങ്ങോട്ട് എടുക്കുമ്പോൾ 7. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1256 എന്ന് കിട്ടും. നമുക്ക് ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം. 1256 ഡിവൈഡഡ് ബൈ 157 എത്ര ടൈംസ് ഉണ്ട്? 8 ടൈംസ് ഉണ്ട്. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 8 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്ര? 1256 തന്നെ. അപ്പൊ നോക്ക്, 157 ഇൻറ്റു 8 എത്ര കിട്ടും? 7 8 are 56. ഇവിടെ ഒരു 5 വരും. 8 5 40. 40 പ്ലസ് 5 45. 5 എഴുതി. ക്യാരി 1 ഉണ്ട്. 8 1s 8. 8 പ്ലസ് 4 എത്ര കിട്ടി? 12. 1256. അപ്പൊ ആൻസർ എന്ത് കിട്ടി? ബി ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. 8 എന്ത്? മില്ലിമീറ്റർ. കാര്യം എന്താ? യൂണിറ്റുകൾ മില്ലിമീറ്ററിലായിരുന്നു. അപ്പൊ മക്കൾക്ക് മനസ്സിലായോ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ബേസ് അറിയാം, ഹൈറ്റ് അറിയില്ല, ഏരിയ അറിയാം. ഇക്വേഷൻ ഇട്ടുകൊടുത്ത് റീഅറേഞ്ച് ചെയ്ത് ഹൈറ്റ് കണ്ടുപിടിച്ചു. രണ്ടാമത്തതിലോ ബേസ് അറിയില്ല, ഹൈറ്റ് അറിയാം, ഏരിയ അറിയാം. ഇക്വേഷനിൽ ബേസ് അറിയില്ല എന്ന് ഇട്ട് കൊടുത്തു, ബാക്കിയുള്ളവർക്ക് വാല്യൂ ഇട്ട് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ. തേർഡ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യും. കാര്യം എന്നാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഉണ്ടല്ലേ? ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതെ, ഇതൊരു നല്ല ക്വസ്റ്റ്യനാ. വേണ്ടേ? PQRS ഈസ് എ പാരലലോഗ്രാം. പാരലോഗ്രാമിന്റെ പ്രത്യേകത എന്താ മക്കളെ? പാരലോഗ്രാമിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ഏരിയ ഈസ് ഈക്വൽ ടു BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നതിന് പകരം സൈഡ് ഇൻറ്റു അവിടേക്കുള്ള ഹൈറ്റ് എന്നും പറയാം. അതായത് ട്രയാങ്കിളിന്റെ ഏരിയ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ഹാഫ് അഡീഷണൽ ആയിട്ട് വന്നേനെ. നമുക്ക് ഫിഗർ നോക്കാം. അവരെന്താണ് പറഞ്ഞത്? QM എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. അപ്പൊ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. എത്ര മക്കളെ? 7.6 എന്ന് അവർ തന്നിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്ന് നോക്കാം. ചിലപ്പോൾ കൂടുതൽ ഡേറ്റ തന്നിട്ടുണ്ടല്ലോ. SR തന്നിട്ടുണ്ട് 12. എവിടെ SR? അതേണ്ടേ. അപ്പോ SR എത്ര തന്നിട്ടുണ്ട്? 12. അപ്പൊ ഈ സൈഡിന്റെ ലെങ്ത് തന്നിട്ടില്ലേ? ഈ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ അല്ലേ ഇത്? അതായത് ഇവിടുത്തെ ബേസ് ആരാ? SR. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഏരിയ A ഈസ് ഈക്വൽ ടു ബേസിന് പകരം എന്ത് എഴുതാം? 12 ഇടാം. 12 ഇൻറ്റു
7.6. ബേസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബേസ് എന്ന് പറഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ വന്ന് എവിടാണോ ടച്ച് ചെയ്യുന്നത്, ഈ മൂലയിൽ നിന്നാണ് വരച്ചത്, ആ വരച്ച പെർപെൻഡിക്കുലർ ഇവിടെ വന്ന് ടച്ച് ചെയ്തു, അപ്പോൾ ആ ടച്ച് ചെയ്ത സൈഡാണ് ബേസ്. അങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു 12 into 7.6. ആദ്യം എന്ത് ചെയ്യണം? പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 2s are 12. ഇവിടെ ഒരു 1 വരും. 6 7. ഇങ്ങോട്ട് എടുക്കുമ്പോഴോ 14, പിന്നെ ഒരു 1 7 8. എന്ത് കിട്ടും? 2 1 9. അപ്പൊ എന്ത് കിട്ടി? 912 എന്ന് കിട്ടി. അത്രയും എന്ത്? സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോഴാണ് ഓർക്കുന്നത് ഈ 7.6 ആയിരുന്നു, ഒരു പോയിന്റ് ഉണ്ടായിരുന്നു അല്ലേ, അപ്പൊ ഒരു പ്ലേസ് മാറ്റി കുതിര. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 91.2 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ആദ്യം എന്താ അവർ ചോദിച്ചത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ കിട്ടി അല്ലേ? അപ്പൊ ഫസ്റ്റ് ആൻസർ ആയത്. അപ്പോ സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? QN കണ്ടുപിടിക്കുക ഇഫ് PS is equal to 8. അപ്പൊ PS വന്നിട്ടുണ്ട് അല്ലേ? എത്ര? 8 സെന്റിമീറ്റർ. അപ്പൊ മക്കളെ നമുക്ക് എന്തറിയാം? ഈ പാരലോഗ്രാമിന്റെ ഏരിയ അറിയാം അല്ലേ? QN എന്ന് പറഞ്ഞാൽ, PS എന്ന് വെച്ചാൽ എന്താ? ഇതിന്റെ വേറൊരു സൈഡാണ്. QN എന്ന് വെച്ചാൽ എന്താ? ആ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലറാ. നമുക്ക് ഏരിയ ഇസ് ഈക്വൽ ടു അറിയാം, ബേസ് ഇൻറ്റു അതേ സൈഡിലേക്കുള്ള ഹൈറ്റ്. അപ്പം ഏരിയ ഓഫ് പാരലോഗ്രാം അറിയാവോ? അറിയാം, തൊട്ട് മുമ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ 91.2 is equal to ബേസ് എത്ര? ബേസ് എന്ന് പറഞ്ഞാൽ സൈഡ്. നമ്മൾ PS ന്റെ ബേസിലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോ 8 into 8ലേക്കുള്ള ഹൈറ്റ് അറിയാമോ? ഇല്ല. ഹൈറ്റ് എത്ര? QN ആണ്. അപ്പൊ എന്താ? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കോ ഇവിടെ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പറേ പോകുമ്പോ എന്താവും? ഡിവിഷൻ ആകും. അപ്പോ 91.2 ഡിവൈഡഡ് ബൈ 8 is equal to QN. അപ്പൊ ദേണ്ട കിടക്കുന്ന ഒരു പോയിന്റ് കളയാൻ എന്ത് ചെയ്യാം? 10 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. QN is equal to ഇങ്ങനെ കിട്ടി. മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ കിട്ടും? 912 ഡിവൈഡഡ് ബൈ 80 is equal to QN എന്ന് കിട്ടും. നമുക്ക് രണ്ടിനെയും ഒരു 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇതിനെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇതിനെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 9ൽ എത്ര തവണയുണ്ട്? 4. 2 തവണ. ബാലൻസ് എന്തുണ്ട്? 1 ഉണ്ട്. 11ൽ എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. ബാലൻസ് എത്ര ഉണ്ട്? 3 ഉണ്ട്. ഇത് എത്രയായി? 32. 32ൽ എത്ര ടൈംസ് ഉണ്ട്? 32ൽ 8 ടൈംസ് ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 4 കൊണ്ട് ക്യാൻസൽ ചെയ്തപ്പോ ഇങ്ങനെ കിട്ടി. ഇതിനെ എന്ത് ചെയ്യാം? 2 കൊണ്ട് ഇനിയും ക്യാൻസൽ ചെയ്യാം. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നോർമൽ ഡിവിഷൻ ചെയ്തോ കേട്ടോ. ക്യാൻസൽ ചെയ്യാൻ വലിയ ക്ലാസ് ആകുമ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇത് 10 ആകും. ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എന്താവും? ഈ 2ൽ 1 ടൈംസ് ഉണ്ട്, ഈ 2ൽ 1 ടൈംസ് ഉണ്ട്, ഈ 8ൽ 4 ടൈംസ് ഉണ്ട്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക മീൻസ് എന്താ? ഒരു പ്ലേസ് മാറ്റി ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ 11.4 എന്നാകും. അത്രയും എന്ത്? സെന്റിമീറ്റർ. മനസ്സിലായോ? എന്തായിരുന്നു ലോജിക്ക്? ഏത് സൈഡ് എടുത്ത് വേണമെങ്കിലും നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏത് സൈഡാണോ ചൂസ് ചെയ്യുന്നത് ആ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലറിനെ വേണം ഹൈറ്റ് ആയി ചൂസ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ആവശ്യം കഴിഞ്ഞില്ലേ? മക്കൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് പ്രോബ്ലംസ് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്ക്, ട്രയാങ്കിൾ ABC ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു അല്ലേ? ഐസോസെലസ് ആണെന്ന് പറഞ്ഞു. AB-യുടെ ലെങ്ത് തന്നിട്ടുണ്ട്, നമുക്ക് എഴുതി വെച്ചേക്കാം. AB is equal to 7.5 ആന്ന് പറഞ്ഞു. AC is equal to 7.5 ആന്ന് പറഞ്ഞു. മൂന്നാമത്തെ സൈഡും തന്നിട്ടുണ്ട്. BC is equal to എന്താന്ന് തന്നു? 9 ആണെന്ന് തന്നു. അത്രയും എന്താ? എല്ലാം സെന്റിമീറ്റർ ആ കേട്ടോ. ഇനി പറഞ്ഞേക്കുന്ന നോക്കാം. ദ ഹൈറ്റ് AD ഫ്രം A to BC. എയിൽ നിന്നും BCയിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് ആണ് 6. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ABCയുടെ ട്രയാങ്കിളിന്റെ ഏരിയ പറ മക്കളെ. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് BH, അഥവാ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എവിടേക്കുള്ള ഹൈറ്റ് അറിയാം? BC എന്ന് പറയുന്ന സൈഡും അറിയാം, അതിലേക്കുള്ള ഹൈറ്റും അറിയാം അല്ലെ? BC എന്ന് പറയുന്ന സൈഡും അറിയാം, അതിലേക്കുള്ള ഹൈറ്റും അറിയാം. അപ്പൊ BC എന്ന് പറയുന്ന സൈഡാണ് നമ്മുടെ സൈഡ് ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. BC എത്ര? 9 ഇൻറ്റു അവിടേക്കുള്ള ഹൈറ്റ് എത്ര? AD അല്ലേ? AD എത്രന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? AD 6 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എഴുതി വെച്ചേക്കാം. AD is equal to 6 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് ആയിട്ട് എന്തെടുത്തു? 6. അപ്പൊ ഏരിയ is equal to
ഈ 2ഉം 6ഉം കൂടെ ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ഇതെന്താവും? 3 ആകും. 1 into 9 എത്ര? 9. 9 into 3 എത്ര? 27. അത്ര എന്ത്? സെന്റിമീറ്ററിലായിരുന്നു. ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. മക്കളെ മനസ്സിലായോ? എന്താ ചെയ്തത്? എ ബി തന്നു, എ സി തന്നു, ബി സി തന്നു, എ ഡി തന്നു. എന്നിട്ട് അവർ ചോദിച്ചു ഏരിയ എത്രയാണ്. അപ്പൊ നമ്മൾ നോക്കി, നമുക്ക് എ ബി എന്ന് പറയുന്ന സൈഡ് അറിയാം, പക്ഷെ അവിടേക്കുള്ള ഹൈറ്റ് അറിയത്തില്ല. എ സി എന്ന് പറയുന്ന സൈഡ് അറിയാം, അവിടേക്കുള്ള ഹൈറ്റ് അറിയത്തില്ല. ബി സി എന്ന് പറയുന്ന സൈഡ് അറിയാം, അവിടേക്കുള്ള ഹൈറ്റ് അറിയാം. അപ്പോൾ ഇപ്പൊ പറഞ്ഞതിന്റെ ബേസിസിൽ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു വെച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഫ്രം സി ടു എ ബി? സിയിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് ദേ അവർ ഡോട്ടഡ് ലൈൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അഥവാ സിഇ. അതിന്റെ ലെങ്ത് എത്ര എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ ഒന്നുകൂടി ഉപയോഗിക്കാം. എന്തിലെ ബേസില്? എ ബിനെ ബേസ് ആയിട്ട് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഓൾസോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഏരിയ എത്ര? 27 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. കാര്യം എന്താ? എവിടെ ഈ ട്രയാങ്കിളിനെ ആര് എവിടെ നിന്ന് ഏരിയ കണ്ടുപിടിച്ചാലും എന്താ? സെയിമാ അല്ലേ? ആര് എവിടെ നിന്ന് ഏരിയ കണ്ടുപിടിക്കാൻ നോക്കിയാലും സെയിമാ. അപ്പൊ നമ്മള് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, നമുക്ക് ആരെയാ കണ്ടുപിടിക്കേണ്ടത്? സിഇനെയാ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ സിഇ ഏത് സൈഡിലേക്കുള്ള ഹൈറ്റാ? എ ബിയിലേക്കുള്ളത്. അപ്പൊ ബേസ് ആയിട്ട് ആരെ ചൂസ് ചെയ്യും? എ ബി. അപ്പൊ എ ബി ഇൻറ്റു ഹൈറ്റ് ആയിട്ട് ആരെ ചൂസ് ചെയ്തു? സിഇ. അതായത് 27 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ബി എത്ര മക്കളെ? 7.5 ഇൻറ്റു സിഇ. ഇനി എന്ത് ചെയ്യാം? ശ്രദ്ധിച്ചോ, ഇവിടെ 7 പോയിന്റ് ആണേ. ബൈ 2 ഇപ്പറ വന്ന് ഇൻറ്റു 2 ആയി. അപ്പൊ ഇതിനെ എനിക്ക് 27 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 7.5 എത്ര? 7.5. 7.5 സി എന്ന് എഴുതി കൂടെ? ഓക്കെ. 27 ഇൻറ്റു 2 എത്ര വരും? 54 അല്ലേ? 54. ഇവിടെ 7.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പറ വരുമ്പോ എന്താവും? ഡിവിഷൻ ആകും. 7.5 ഇസ് ഈക്വൽ ടു സിഇ. അപ്പോഴാണ് ശ്രദ്ധിക്കണം, ഒരു പോയിന്റ് ഉണ്ട്. പോയിന്റ് കളയാൻ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് ഉള്ളൂ, അതുകൊണ്ട് 10 ഉപയോഗിക്കാം. 10 കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 7.5 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു സിഇ. 54 ഇൻറ്റു 10 എത്ര? 540. 540 ഡിവൈഡഡ് ബൈ 75 ഇസ് ഈക്വൽ ടു സിഇ എന്ന് കിട്ടി. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം മക്കളെ? 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റേ? 5 കൊണ്ട് എങ്ങനെ ക്യാൻസൽ ചെയ്യുമോന്ന് അറിയുന്നേ? ലാസ്റ്റ് ഡിജിറ്റ് 0യോ 5ഓ ആണെങ്കിൽ 5 കൊണ്ട് ഡിവിസിബിളാ. 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 എത്ര തവണ ഉണ്ട്? 5. ഒരു തവണ. എത്ര ഉണ്ട് ബാലൻസ്? 2. ആ 2 ഇങ്ങോട്ട് എടുത്തു. എത്ര? 25. 25ൽ എത്ര ഉണ്ട്? 5. അപ്പൊ 15 എന്ന് കിട്ടി. ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താലോ? 5ൽ എത്ര തവണയുണ്ട്? ഒരു തവണ. 4ൽ എത്ര തവണയുണ്ട്? 0 തവണ. മിച്ചം 4. 40ൽ എത്ര തവണയുണ്ട്? 8 തവണ. മനസ്സിലായോ? നമുക്കിതിനെ അപ്പം 5 കൊണ്ട് വെട്ടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാര്യം ഒരെണ്ണത്തിൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്, ഒരെണ്ണത്തിൽ 8 ആണ്. നമുക്ക് ഇവരെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. 5 + 1 6. 3 കൊണ്ട് ഓക്കെയാണ്. 8 + 1 9. 9 3ന്റെ ആളാണ്. അപ്പൊ നമുക്ക് ഇതിനെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇതെന്താകും? 5 ആകും. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇതെന്താകും? 10ൽ എത്ര തവണയുണ്ട്? 3 തവണ. ബാലൻസ് എത്ര ഉണ്ട്? 1. അപ്പൊ 18. 18ൽ എത്ര തവണയുണ്ട്? 36. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 36/5 കണ്ടുപിടിച്ചാൽ മതി. എത്ര കിട്ടും? 7.2 എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ ചെയ്ത് കാണിക്കണം മക്കളെ. 36/5 എത്ര? 7 ടൈംസ് ഉണ്ട്. 35 എന്ന് കിട്ടും. ബാലൻസ് 1 ഉണ്ട്. താഴേക്ക് എഴുതാൻ ആരുമില്ല. 0 ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. 10ൽ എത്ര തവണയുണ്ട്? 2 ടൈംസ്. 10 0 എത്ര കിട്ടി? 7.2 സെന്റിമീറ്റർ. അപ്പൊ എന്തായിരുന്നു ലോജിക്ക്? നമുക്കതേ ട്രയാങ്കിൾ തന്നു. ട്രയാങ്കിളിന്റെ ഒരു ബേസും അവിടേക്കുള്ള ഹൈറ്റും അറിയാം, അത് വെച്ച് ഏരിയ കണ്ടുപിടിച്ചു. വേറൊരു ബേസ് അറിയാം, അതിലേക്കുള്ള ഹൈറ്റ് ആണ് ചോദ്യം. അപ്പം സെയിം ഏരിയ ഉപയോഗിക്കുക. ഏരിയ കിട്ടിയ ഉത്തരവ് എഴുതുക. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു അറിയാവുന്ന ബേസ് ഇൻറ്റു അറിയണ്ട കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വേണ്ടേ? ട്രയാങ്കിൾ എ ബി സി കണ്ടല്ലോ മക്കളെ. ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ? അതിന്റെ സൈഡുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാ സൈഡുകൾ?
AB is equal to 5, BC is equal to 13, AC is equal to 12. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഓൾസോ ഫൈൻഡ് AD. ഏരിയ ഓഫ് ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ മക്കളെ നോക്കിക്കേ, നമുക്ക് മിസ് ഇതിനെ ഒന്ന് വേണമെങ്കിൽ നിൽക്കൂ. മക്കളെ നോക്കിക്കേ, കണ്ടോ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിള്. ഞാൻ ചെറുതായിട്ടൊന്ന് തിരിച്ചു വെച്ച് കാണിച്ച്, കണ്ടോ, ഈ ബേസ്, ഈ 5നെ ഞാൻ ബേസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിലേക്കുള്ള ഹൈറ്റ് അല്ലേ, അതിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ അല്ലേ ഈ 12? അല്ലേടാ മക്കളെ? ഈ 5നെ ഞാൻ ബേസ് ആയിട്ട് എടുത്താൽ ഇതിലേക്ക് വരച്ച പെർപെൻഡിക്കുലർ അല്ലേ 12? കണ്ടോ 90 ഡിഗ്രി എന്ന് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ബേസ് ആയിട്ട് ആരെ എടുക്കാം? 5നെ എടുക്കാം. ഹൈറ്റ് ആയിട്ട് ആരെ എടുക്കാം? 12നെ എടുക്കാം. മനസ്സിലായോ എന്താ ചെയ്തതെന്ന്? റൈറ്റ് ആംഗിളിന്റെ മാത്രം പ്രത്യേകതയായിരുന്നു. റൈറ്റ് ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സൈഡുകൾ തന്നെയാണ് ഹൈറ്റായും ബേസായും വരുന്നത്. എങ്ങനത്തെ സൈഡുകൾ? അതിലെ ഏറ്റവും വലിയ സൈഡ് എടുക്കരുത് കേട്ടോ. ഏറ്റവും വലിയ സൈഡിന്റെ പേര് ഹൈപ്പോട്ടിന്യൂസ് എന്നാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡിന്റെ പേര് ഹൈപ്പോട്ടിന്യൂസ് എന്നാ. അവനെ എടുക്കുകയേ ചെയ്യരുത്. അതല്ലാത്ത രണ്ടുപേരുണ്ടല്ലോ, എന്ന് വെച്ചാൽ ചെറുതും സെക്കൻഡ് സ്മോളസ്റ്റും. ഏറ്റവും സ്മോളസ്റ്റും സെക്കൻഡ് സ്മോളസ്റ്റും, അതാണ് നമ്മുടെ ബേസും ഹൈറ്റ്. ഇവിടുത്തെ ഏറ്റവും ചെറുതാരാ? 5 ആണല്ലേ. അപ്പൊ 5നെ നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. ഹൈറ്റ് ആയിട്ട് ആരെ എടുക്കാം? 5ന്റെ തൊട്ട് വലുത് 12 ഉണ്ട്, 13 ഉണ്ട്. ആരാ? 12. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ 90 ഡിഗ്രി എന്ന് കാണിച്ചേക്കുന്നുണ്ടോ മക്കളെ? 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി എന്ന് കാണിച്ചേക്കുന്നത് ടച്ച് ചെയ്തേക്കുന്ന രണ്ട് സൈഡുകളില്ലേ, അവരെ നമുക്ക് ബേസും ഹൈറ്റും ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ആരാ? AB യെ ബേസ് ആയിട്ട് എടുക്കാം. ഇഷ്ടമുള്ള ആളെ ബേസ് ആയിട്ട് എടുത്തോ കേട്ടോ. AB ഇൻറ്റു ഹൈറ്റ് ആരാ? AC. നിങ്ങൾക്ക് AC ഇൻറ്റു AB എന്നും എടുക്കാം. സെയിം ആൻസർ ആ കിട്ടാൻ പോകുന്നത്. ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AB എത്ര മക്കളെ? 5 ഇൻറ്റു AC എത്ര? 12. 2ഉം 12ഉം കൂടെ ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ ഇത് 6 ആകും. 1 ഇൻറ്റു 5 എത്ര? 5. 5 ഇൻറ്റു 6 എത്ര? 30 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ. അങ്ങനെ നമുക്ക് ഏരിയ കിട്ടി. അവരുടെ ആവശ്യം ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, AD കൂടെ കണ്ടുപിടിക്കണം. AD എന്ന് വെച്ചാൽ എന്താ? BCയിലേക്കുള്ള ഹൈറ്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഓൾസോ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BC ഇൻറ്റു BCയിലേക്കുള്ള ഹൈറ്റ്. BCയിലേക്കുള്ള ഹൈറ്റ് ഏതാ മക്കളെ? ഇവിടെ ഒരു D ഉണ്ട് കേട്ടോ, ഫിഗറിൽ മിസ്സായി പോയതാ. ഇവിടെ ഒരു D ഉണ്ട്. അപ്പൊ ഹാഫ് BC ഇൻറ്റു AD. ഏരിയ എത്ര നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 30. 30 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC എത്ര മക്കളെ? 13 ഇൻറ്റു AD എത്ര? അറിയില്ല. ഡിവൈഡ് ചെയ്ത 2 അപ്പുറേ പോയി എന്താകും? മൾട്ടിപ്പിൾ ആകും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 30 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 13 AD. 30 ഇൻറ്റു 2 എത്ര? 60. 60 ഈസ് ഈക്വൽ ടു 13 AD. അതിന് AD ഈസ് ഈക്വൽ ടു എഴുതിക്കൂടെ? AD ഈസ് ഈക്വൽ ടു എന്താ? മൾട്ടിപ്ലൈ ചെയ്ത 13 അപ്പുറേ പോയി ഡിവൈഡ് ചെയ്യും. 60/13. 60നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 60/13. 4 ടൈംസ് എടുക്കാം. എത്ര? 12. 52 എന്ന് കിട്ടും. ബാലൻസ് എത്ര ഉണ്ട് മക്കളെ? 8 ഉണ്ട്. ഇവിടെ ഒരു 0 ഇടുമ്പോ ഇവിടെ എന്ത് ചെയ്യണം? ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. 80ൽ 13 എത്ര തവണയുണ്ട്? ആലോചിച്ച് നോക്കിക്കേ. 80ൽ 13 13 ഇൻറ്റു 6 എത്ര? 18, 8, 1, 6, 7, 78. അപ്പൊ എന്ത് കിട്ടി? 6 ചെയ്തപ്പോ എന്താ? 78 ആണ് കിട്ടിയത്. ബാലൻസ് എത്ര ഉണ്ട്? 2 ഉണ്ട്. ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നു. 20ൽ എത്ര തവണയുണ്ട്? 1 ടൈംസ് ഉണ്ട്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. നമുക്ക് 2 പ്ലേസ് വരെയുള്ള വാല്യൂ മതി കേട്ടോ. AD ഈസ് ഈക്വൽ ടു 4.61 എന്ന് കിട്ടും. അത്ര എന്ത്? സെന്റിമീറ്റർ. അപ്പൊ മക്കളൊന്ന് നോക്കിക്കോ. എന്താ?
അവര് ഹൈറ്റ് തന്നില്ലെന്ന് നമ്മൾ വിചാരിക്കില്ല. റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡുകളെ നമ്മൾ ബേസായും ഹൈറ്റായും എടുക്കുന്നു. അങ്ങനെ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. അവരുടെ ചോദ്യം ബി സിയിലേക്കുള്ള ഹൈറ്റ് ആണ് എ ഡി. എങ്കിൽ എ ഡി എത്ര? നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ഡി. ഏരിയ അറിയാം, ബി സി അറിയാം, വാല്യൂ ഇട്ട് കൊടുക്കുക, റീഅറേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എ ഡി കിട്ടും. മനസ്സിലായോ? ദേ ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതോടെ ചെയ്ത് നമുക്കങ്ങ് നിർത്താം. എന്താ പറഞ്ഞത്? ഒരു ഫിഗർ തന്നിട്ടുണ്ടല്ലേ, ഡി എൽ ആൻഡ് ബി എം ആർ. ഡി എൽ കണ്ടോ മക്കളെ? ദേ ഹൈറ്റ്. ബി എം കണ്ടല്ലോ, അത് വേറൊരു സൈഡിലേക്കുള്ള ഹൈറ്റ് ആണ്. ഹൈറ്റ് ഓഫ് എ ബി ആൻഡ് എ ഡി റെസ്പെക്റ്റീവ്ലി. അതൊക്കെ നമുക്ക് കണ്ടാലും മനസ്സിലാവും. ഏരിയ ഓഫ് പാരലോഗ്രാം തന്നിട്ടുണ്ടല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി കൂടെ? ഏരിയ ഓഫ് പാരലോഗ്രാം, ഏരിയ ഇസ് ഈക്വൽ ടു, ഏരിയയുടെ ഇക്വേഷൻ ഞാനൊന്ന് എഴുതുക. എന്തുവാ? ബേസ് ഇൻറ്റു ഹൈറ്റ്. അത് അവർ തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു എത്ര? 1470 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് സെന്റിമീറ്ററിൽ വേണം പറയാൻ. ഇനി അവരെന്തൊക്കെ തന്നിട്ടുണ്ട്? എ ബി തന്നിട്ടുണ്ട്. എത്ര? എ ബി ഇസ് ഈക്വൽ ടു 35. എ ബി 35 ആണെങ്കിൽ നമുക്ക് ഡി എൽ കണ്ടുപിടിച്ചൂടെ മക്കളെ? നോക്ക്, എ ബി ഇസ് ഈക്വൽ ടു 35 സെന്റിമീറ്റർ എന്ന് അവർ തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഏരിയ ഇസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ അല്ലേ? സൈഡ് എത്ര? എ ബി. എ ബി ഇൻറ്റു എ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആരാ? ഡി എൽ. എ ബി ഇൻറ്റു ഡി എൽ. അറിയാവുന്ന വാല്യൂസ് ഒക്കെ ഇട്ടോട്. ഏരിയ അറിയാം അല്ലേ? 1470 ഇസ് ഈക്വൽ ടു എ ബി എത്ര? 35 ഇൻറ്റു ഡി എൽ. അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്തൂടെ? 1470 ഇൻറ്റു 35 ഇപ്പറ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 35 ഇസ് ഈക്വൽ ടു ഡി എൽ. രണ്ടിനെയും എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം? 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. മുകളിൽ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 14ൽ 2 തവണയുണ്ട്. ബാലൻസ് 2 തവണ മീൻസ് 10 ഉള്ളൂ, 4 ഉണ്ട് ബാലൻസ്. 47 എത്ര തവണയുണ്ട്? 9 തവണയുണ്ട്. അപ്പൊ 45 ആയി. 2 ഉണ്ട് ബാലൻസ്. 20ൽ എത്ര തവണയുണ്ട്? 4. മക്കളെ ക്യാൻസൽ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ മിസ് ഇച്ചിരി മുന്നേ പറഞ്ഞല്ലോ, നിങ്ങൾ നോർമൽ ഡിവിഷൻ ചെയ്തോ. അപ്പൊ എന്ത് കിട്ടി? ഡി എൽ ഇസ് ഈക്വൽ ടു 294/7. അങ്ങനെ കിട്ടിയത്. നമുക്കൊന്ന് 294/7 ചെയ്ത് നോക്കാം. നോക്ക്, 294/7 എത്ര തവണയുണ്ട്? 7. 29ൽ 4 തവണയുണ്ട്. 28. ബാലൻസ് 1 ഉണ്ട്. 14. 14ൽ എത്ര തവണയുണ്ട്? 2 ടൈംസ് ഉണ്ട്. 2 ടൈംസ് ചെയ്യുമ്പോൾ 14 എത്ര കിട്ടി? ഡി എൽ ഇസ് ഈക്വൽ ടു 42 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ എന്താ ചെയ്തത്? ഏരിയ തന്നു, എ ബി എന്ന് പറയുന്ന സൈഡ് അറിയായിരുന്നു, ഏരിയയുടെ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഏരിയ ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു ഡി എൽ. ഏരിയ അറിയാം, എ ബി അറിയാം. അങ്ങനെയാണ് ഡി എൽ കണ്ടുപിടിച്ചു. അവരുടെ ആവശ്യം എന്താ? ഫൈൻഡ് എ ഡിയും തന്നിട്ടുണ്ട് അവര്. എ ഡി എത്രയാണെന്ന് തന്നേക്കുന്നത്? എ ഡി എന്ന് പറഞ്ഞാൽ 49 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനാ? ഫൈൻഡ് ബി എം. കണ്ടുപിടിച്ചൂടെ? എന്താ ഇക്വേഷൻ? ഏരിയ ഇസ് ഈക്വൽ ടു എന്താ മക്കളെ ഇക്വേഷൻ? ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ആയിട്ട് ആരെ എടുക്കാം? എ ഡി എടുക്കാം. എ ഡി ഇൻറ്റു ഹൈറ്റ് ആയിട്ട് ആരാ? ഈ സൈഡിലേക്കുള്ള ഹൈറ്റ് ആരാ? ബി എം. എ ഡി ഇൻറ്റു ബി എം. ഏരിയ അറിയാലോ, എത്ര? 1470 ഇസ് ഈക്വൽ ടു എ ഡി അറിയാലോ, എത്ര? 49 ഇൻറ്റു ബി എം. മക്കൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബി എം കണ്ടുപിടിക്കുക ഹോംവർക്ക് ആയിട്ട്. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ നമ്മൾ പഠിച്ചത് റെക്ടാങ്കിളിന്റെ ഏരിയ എൽ ഇൻറ്റു ബി, സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ, റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ 2L + 2B, സ്ക്വയറിന്റെ പെരിമീറ്റർ 4A. പിന്നെ പഠിച്ചത് ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച്. പിന്നെ പഠിച്ചത് പാരലോഗ്രാമിന്റെ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നതിന് പകരം എന്തെന്ന് പറഞ്ഞാൽ മതി? സൈഡ് എന്ന് പറഞ്ഞാലും മതി. മനസ്സിലായല്ലോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും കുഞ്ഞു ഡൗട്ട് ആണെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം. ഇപ്പൊ ക്ലിയർ ആക്കിയാലേ നമുക്ക് 9th കേട്ടോ. 7th കണ്ടിന്യൂഷൻ 8th 8th കുറച്ചൊക്കെ ഉള്ളൂ. 9th ആണ് പിന്നുള്ളത്. ഓക്കെ, താങ്ക് യു.